കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇടുക്കമായിരുന്ന സ്ഥാനത്ത് ഒരു വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് യോർദാനോളം കടന്നു ചെന്ന് മരം മുറിക്കുന്ന വേളയിൽ വായ്പ മേടിച്ച കോടാലി ആ യോർദാൻ നദിയിൽ വീണുപോയി. നഷ്ടപ്പെട്ട ആയുധം തിരിച്ചെടുക്കുവാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന മനുഷ്യൻ പറഞ്ഞൊരു വാക്ക്, യജമാനനെ വായ്പ മേടിച്ചതായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലതും വായ്പ മേടിച്ചിട്ട് തിരിച്ചടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ പെട്ടുകിടക്കുന്ന അനേകരുണ്ട്. ജീവിതത്തിൻ്റെ 1-2 മേഖലകൾ ഒന്ന് തപ്പി പരിശോധിച്ചാൽ ജീവിതത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്ന പല മേഖലകളുണ്ട്. ആത്മീയ തലങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവം ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പലരും, വൻമരങ്ങളെ വെട്ടിവീഴ്ത്തുവാൻ അധികാരം പകർന്ന പലരും, അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനമാക്കി തീർത്ത പലരും, ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ പരാജിതരായി താഴെ തകർന്നു വീഴുമ്പോൾ പലപ്പോഴും അവരുടെ കരത്തിൽ ലഭ്യമായിരുന്ന ആയുധം നഷ്ടപ്പെട്ടതാണ് പലതിൻ്റെ കാരണം. ആ നഷ്ടപ്പെട്ട ആയുധത്തെ മടക്കിയെടുക്കുവാൻ പല ആവർത്തി പരിശ്രമിക്കാറുണ്ട്. നഷ്ടപ്പെട്ട ആയുധം തിരിച്ച് ലഭ്യമാകാതിരിക്കുമ്പോൾ ദലീലയുടെ മടിയിൽ തലവെച്ചായ്ച്ചുറങ്ങിയ ഭക്തൻ കണ്ണു കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി, കൈകാലുകൾ ചങ്ങലകൾ ധരിക്കപ്പെട്ടവനായി, തൻ്റെ മേലുള്ള അധികാരം തലയിലെ 7 ജട അറുക്കപ്പെട്ടവനായി, എല്ലാവരാലും ഉളവാകപ്പെട്ടവനായി, ദാഹോൻ്റെ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും അവരുടെ നിന്ദയ്ക്ക് മുമ്പിൽ തലകുമ്പിട്ടിരിക്കുമ്പോൾ അവസാനമായി ദൈവത്തോട് ചോദിച്ചൊരൊറ്റ ചോദ്യം, എൻ്റെ ഈ 2 കണ്ണുകൾക്ക് പ്രതികാരം ചെയ്യേണ്ടതിന് എന്നെ ഒന്നുകൂടെ ഓർക്കണമേ. ഒറ്റ പ്രാർത്ഥനയിൽ, ഒറ്റ സമർപ്പണത്തിൽ നഷ്ടപ്പെട്ടു പോയ, അറുത്തു മാറിപ്പോയ ആ ജട വേഗത്തിൽ വളർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ പരാജയത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇനിയും രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വിധി പറയുമ്പോൾ ഇന്ന് തിരിച്ചറിയുക, ദൈവസന്നിധി സമർപ്പിക്കാൻ തയ്യാറാകുന്ന വേളയിൽ പ്രതീക്ഷിക്കാത്ത ഒരത്യന്തിക ശക്തി നമ്മുടെ മേൽ പകരപ്പെടും. ഭക്തനായിരിക്കുന്ന ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ മുറിച്ചു മാറ്റപ്പെട്ട ജട 7 പിന്നെയും വളർന്നു. പഴയ അധികാരം തനിക്ക് ലഭ്യമായി. അദ്ദേഹം ചോദിച്ചത് എൻ്റെ ഈ 2 കണ്ണുകൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യേണ്ടതിന്. ഒരുപക്ഷെ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വന്നേക്കാം. 2 ആ തൂണുകളിൽ പിടിച്ച് അതിനെ ചായ്ക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ തൂൺ തകർന്ന് ഈ മനുഷ്യനോടുകൂടെ അവിടെ കൂടി വന്നിരിക്കുന്ന ജന ഒരുമിച്ച് മരണപ്പെട്ടപ്പോൾ തിരുവചനത്തിൽ ഇപ്രകാരം കുറിച്ചു, തൻ്റെ ജീവകാലത്ത് താൻ കൊന്നവരെക്കാൾ അധികമായി ഗിദെയോൻ തൻ്റെ മരണകാലത്ത് താൻ കൊന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കൊല്ലുന്നവരായിട്ടല്ല, വിഷയങ്ങളെ തങ്ങളെ പിടിച്ചടക്കിയ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തു കളയുന്ന ഒരാത്മാധികാരം നമ്മുടെ മേൽ പകരപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരട്ടെ. നിലവിളിച്ച ഭക്തൻ്റെ അടുക്കൽ എലീശ കടന്നു ചെന്നിട്ട് പറഞ്ഞു, അതെവിടെയാണ് വീണത്? നഷ്ടപ്പെട്ട സ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ ഉള്ള ദൈവത്തോടുള്ള ആ മനസാക്ഷി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരു കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ ഇരുമ്പ് പൊങ്ങി വന്നെങ്കിൽ ആ എലീശയുടെ തല്ല കൊടുത്തത് ആ ഭക്തനോട് പറഞ്ഞു, നിൻ്റെ കരത്തിൽ നഷ്ടപ്പെട്ടത് നീ കരം നീട്ടിയെടുത്തു കൊള്ളുക. കരയിൽ നിന്നും കൈമോശം വന്ന കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആയുധത്തെ നിരായുധനായി നിന്നെ മടക്കി അയക്കുന്ന ദൈവമല്ല. നഷ്ടപ്പെട്ട ആയുധത്തെ ഏത് കരത്തിലാണോ നഷ്ടപ്പെട്ടത് അതേ കരം കൊണ്ടെടുക്കത്തക്കവണ്ണം ദൈവം ഈ ദിവസങ്ങളിൽ യോർദാനെ 2 വിഭാഗിക്കും. ദൈവത്തിനുടെ പ്രവർത്തിച്ചുമായി യോർദാൻ്റെ അകത്തേക്ക് ഒരു വടിയെടുത്തെറിഞ്ഞപ്പോൾ തനിക്ക് ആവശ്യമായ ആ വിഷയം അല്ലെങ്കിൽ ആവശ്യമായ 20 പൊങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ വഴി കടക്കുവാൻ യോർദാനെ മുറയ്ക്കാൻ ദൈവത്തിനറിയാം. ആയുധത്തെ മടക്കിയെടുക്കുവാൻ യോർദാങ്കിൽ കൊമ്പ് വെട്ടി എറിയുവാൻ ദൈവത്തിന് അറിയാം. ഇന്ന് പകൽ നിനക്കും എനിക്കും വിരോധമായി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന എത്ര വലിയ ആധിപത്യങ്ങൾ ഉയർന്നിരുന്നാലും പുരോഹിതന്മാരുടെ കാൽ കുത്തുമ്പോൾ യോർദാൻ ഒരു ചിറ പോലെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കർത്താവെ, നഷ്ടപ്പെട്ട ആയുധത്തെ മടക്കിയെടുക്കാനുള്ള ദൈവകൃപ എൻ്റെ മേൽ പകരണം. ദൈവമായ കർത്താവ്, ഈ ദിവസങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നഷ്ടപ്പെട്ട ആയുധവുമായി കടന്നു ചെല്ലുക. ഇനിയും പഴയതിനേക്കാൾ അധികമായി അതിശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആത്മീയ വിശാലത നിങ്ങളിൽ ഉളവാകട്ടെ. ബ്ലസ് യു. ആമേൻ.